റീസെൻ്റ്ലി ആയിട്ടുള്ള NTA നെറ്റ് എക്സാമിൻ്റെ ക്യാൻസലേഷൻ്റെ ഒരു ബേസിസിൽ NTA നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏരിയാസ് ടു ബി ഇംപ്രൂവ്ഡ് ആണ് കഴിഞ്ഞ ഒരു സെറ്റ് ഓഫ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ അടുത്തൊരു സെറ്റ് ഓഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് NTA നെറ്റിൻ്റെ എക്സാമിനേഷൻ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ബുദ്ധിമുട്ട് എന്ന് തന്നെ പറയുന്നത് റിഗാർഡിങ് എന്നാണ് അപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് ആണ്. ഓരോരോ സമയത്ത് നെക്സ്റ്റ് വീക്ക് അപ്ലിക്കേഷൻ, നാളെ അപ്ലിക്കേഷൻ, ഇന്ന് അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ട്വീറ്റ് വരികയും ഇൻഫോർമേഷൻ വരികയും പലപ്പോഴും അങ്ങനെ ആവുകയും അല്ലാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ തുടങ്ങുന്നതിലുള്ള തന്നെ എക്സ്റ്റൻഷൻ ആണ് അല്ലെങ്കിൽ പോസ്റ്റ്പോണിംഗ് ആണ് നമുക്ക് ആദ്യത്തെ ഒരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് റിഗാർഡിങ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിലുണ്ട്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന ഡേറ്റും ഇനീഷ്യലി ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ ഒരാഴ്ച കൂടി കൂട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 4 ദിവസങ്ങൾ കൂടി കൂട്ടും. സോ ഇതെല്ലാം ഒരു വളരെ സീരിയസ് ആയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഈ അപ്ലിക്കേഷൻ തുടങ്ങാൻ ലേറ്റ് ആവുന്നത് പലപ്പോഴും അത് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യുന്നതെല്ലാം പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രശ്നം എന്ന് പറയുന്നത് ബേസിക്കലി റിഗാർഡിങ് ദി NTA വെബ്സൈറ്റ് ആണ്. UGC നെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഇത് പല സമയവും ഇത് ഹാങ് ആവാറുണ്ട്. വെബ്സൈറ്റിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്നുള്ള രീതിയിൽ ഇത് ഹാങ് ചെയ്യാറുണ്ട്. അത് സ്റ്റാർട്ടിങ് അപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്, അപ്ലിക്കേഷൻ്റെ അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ വെബ്സൈറ്റ് ഹാങ് ആവുന്നു, വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല, പിന്നെ വിദ്യാർത്ഥികൾ കുറേ മെയിൽ അയക്കുന്നു, അങ്ങനെ അപ്ലിക്കേഷൻ വീണ്ടും 2-3 ദിവസം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെയാണ് റിസൾട്ട് വരുന്ന സമയത്തും ഉണ്ടാവാറുള്ളത്. റിസൾട്ട് വരുന്ന സമയത്തും ബേസിക്കലി ഇതേപോലെ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളിൽ റിസൾട്ട് കിട്ടാത്തൊരു സിറ്റുവേഷനും റിസൾട്ട് കിട്ടാത്തൊരവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒന്നായിട്ടുള്ള ഒരു എക്സാമിനാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഡെഫിനറ്റ്ലി വെബ്സൈറ്റിൽ കുറേ ട്രാഫിക്കുകൾ വരുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇത് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ട്രാഫിക്കാണ്. മാത്രമല്ല ഇതിന് ലിമിറ്റഡ് ട്രാഫിക് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം 10 ലക്ഷം ആളുകളാണ് നെറ്റ് എക്സാം ചെയ്തത്. അപ്പോൾ അപ്ലിക്കേഷൻ ക്ഷണിക്കുന്ന സമയത്ത് എത്ര ആളുകളാണ് ആദ്യത്തെ ദിവസം അപ്ലൈ ചെയ്യുക, എത്ര ആളുകളാണ് രണ്ടാമത്തെ അവസരം, ഇതിൻ്റെ ഒരു പരിധിയുണ്ട്. മാക്സിമം 10 ലക്ഷം എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ട്. റിസൾട്ട് വരുന്ന സമയത്തും എല്ലാവരും ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ മാക്സിമം 10 ലക്ഷം ആളുകൾ വരും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമുക്കറിയാം പല വെബ്സൈറ്റുകളും പല പ്ലാറ്റ്ഫോമുകളും കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് എൻ്റർ ചെയ്യാനുള്ള ടെക്നോളജിയൊക്കെ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാമുകളൊന്നായിട്ടുള്ള ഈ എക്സാമിൻ്റെ വെബ്സൈറ്റും അതിനനുസരിച്ച്, അതായത് ഒരു ഡേറ്റ് പ്രഖ്യാപിച്ച് ആ ഡേറ്റിൽ തന്നെ അപ്ലിക്കേഷൻ തുടങ്ങാനും ആ ഡേറ്റിൽ തന്നെ അപ്ലിക്കേഷൻ അവസാനിപ്പിക്കാനും റിസൾട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാനുമുള്ള രീതിയിൽ ടെക്നോളജിക്കലി ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നത് ബേസിക്കലി ഇതിൻ്റെ എക്സാമിനേഷൻ ഫീയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിൻ്റെ എക്സാമിനേഷൻ ഫീ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു എക്സാമിനേഷൻ ഫീ ആണ്. നോർമൽ കാറ്റഗറിയിൽ 1000-ലധികമാണ് ഇതിൻ്റെ ഫീ വരുന്നത്. അതുപോലെ തന്നെ OBC പല കാറ്റഗറികളിലും 500-500ൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ഫീ അറൗണ്ട് വരുന്നത്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഇന്ത്യയിൽ 1% ആളുകൾക്ക് മാത്രമാണ് നെറ്റ് കിട്ടുന്നത്. 1% ആളുകൾക്ക് മാത്രമാണ് നെറ്റ് കിട്ടുന്നത്. 99% ആളുകൾക്കും അടുത്ത തവണ എക്സാം എഴുതേണ്ടി വരും. ഇതൊരു 1 ടൈം എഫേർട്ട് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇത് 1 ടൈം എഫേർട്ട് അല്ല. പല വിദ്യാർത്ഥികളും ഇത് 1, 2, 3, 4, 5 തവണ എഴുതേണ്ടി വരുന്നുണ്ട്. അത് വിദ്യാർത്ഥികൾ പഠിക്കാത്തത് കൊണ്ട് മാത്രമല്ല. ഈ എക്സാമിന് ആകെ 1% ആളുകൾക്ക് JRF കിട്ടുള്ളൂ. ഈ നെറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 6% ആളുകൾക്ക് മാത്രമാണ് നെറ്റും കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 94% ആളുകൾക്കും വീണ്ടും എഴുതേണ്ടി വരും നെറ്റിന് വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പം അത് അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് 1000+ അല്ലെങ്കിൽ 500+ എമൗണ്ട് ഒക്കെ ഫീ ഇങ്ങനെ അടക്കേണ്ടി വരുന്നു. അതും എല്ലാ വർഷവും 2 തവണ എക്സാം ഉള്ളത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെതായ കൺസിഡറേഷൻ ഗവൺമെന്റ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അതുമല്ലെങ്കിൽ ഇനീഷ്യലി ഒരു 1 ഇയർ എക്സാം ഫീ കൊടുത്ത ഒരാൾക്ക് ഒരു ടേം എക്സാം ഫീ കൊടുത്ത ആൾക്ക് അടുത്ത 1, 2, 3 ടൈമെങ്കിലും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൂടി അതോറിറ്റീസ് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി അതോറിറ്റീസിന് എക്സ്പെൻസ് ഉണ്ടാവും. പക്ഷെ ഒരു പരീക്ഷ നടത്താനുള്ള, ഒരു കോളേജ് ടീച്ചർ ആവാനുള്ള, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള പരീക്ഷ നടത്താനുള്ള ഈ നാട്ടിലെ എല്ലാ പരീക്ഷകൾക്കും വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ വീണ്ടും ഫീ വാങ്ങേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ഗവൺമെന്റിൻ്റെ അടുത്തും ഒരുപാട് ഫണ്ടുകളുണ്ട്, ഒരുപാട് ടാക്സുകൾ ഈ പറയപ്പെടുന്ന ആളുകളും എല്ലാവരും പേയ്മെന്റ് നടത്തുന്നുണ്ട്. സോ എക്സാമിനേഷൻ ഫീയുമായി ബന്ധപ്പെട്ടിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള കൺസിഡറേഷൻ അതോറിറ്റീസിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് ഞാൻ കരുതുന്ന ഒരു ആസ്പെക്ട്.
അടുത്തൊരു ആസ്പെക്റ്റ് ആയിട്ട് വരുന്നത് ഈ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസിലുള്ള കൺഫ്യൂഷൻസ് ആണ്. ഓരോ തവണയും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, ഇത് എല്ലാ 6 മാസം നടക്കുന്ന എക്സാമാണ്, ഓരോ തവണയും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ഒരുപാട് പേജുകളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് വിശദമായിട്ട് വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരികയാണ്. വീണ്ടും പഠിക്കേണ്ടി വരുന്ന എല്ലാ തവണയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഫോട്ടോയുടെ കാര്യത്തിൽ, ഓക്കെ, വിസിബിൾ ഫേസിൻ്റെ കാര്യത്തിൽ, ഇത്ര % ഫേസ് അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ, ഇനി അതുമല്ലെങ്കിൽ ബേസിക്കലി ആധാർ യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതിൻ്റെ കേസുകളിൽ, ഓക്കെ, ഇങ്ങനെ ഓരോ തവണയും പല ഗൈഡ് ലൈൻസിലായിട്ട് പല പല മാറ്റങ്ങൾ വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര കൺഫ്യൂഷനാണ് ഓരോ തവണയും വരുന്ന സമയത്ത്. ഇപ്രാവശ്യം സപ്പോസ് OBC NCLൻ്റെ സർട്ടിഫിക്കറ്റ് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതുണ്ടോ, ആദ്യം തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ, ഓക്കെ, ഇങ്ങനെയുള്ള പല ലാക്ക് ഓഫ് പ്രോപ്പർ ക്ലാരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഫോട്ടോയെക്കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല അപ്ലിക്കേഷൻ്റെ സമയത്ത് തന്നെ ആവശ്യമുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള പല ഡേറ്റാസും ചോദിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നോർമലി നമുക്ക് 6% ആണ് നെറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, ഓക്കെ, അറൗണ്ട് 3% ആണ് എനിക്കൊരു പഠനത്തിൽ മനസ്സിലായിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള നെറ്റ്. ബാക്കിയുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് JRFന് വേണ്ടിയിട്ട് എഴുതുന്ന നെറ്റിൻ്റെ ആളുകളാണ്. അപ്പോൾ ഈ പ്രശ്നം തീർക്കാൻ വളരെ സിമ്പിളാണ്. എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ PhD മാർക്കും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഓക്കെ, JRF ആൻഡ് PhD ഓൺലി, ഓക്കെ, നെറ്റ് ആൻഡ് PhD ഓൺലി, അതുപോലെ തന്നെ PhD ഓൺലി, ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ എല്ലാം കൂടി ഉള്ള ആളുകൾക്ക് JRF, നെറ്റ് ആൻഡ് PhD ഓൺലി, ഓക്കെ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പുതുതായിട്ട് എക്സാം എഴുതുന്ന 6% ആളുകൾക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ നെറ്റ് കൊടുക്കുന്ന കാൽക്കുലേഷൻ നടത്താൻ പറ്റും. നെറ്റ് കിട്ടുന്ന ഒരിക്കലും ഈസി അല്ല, പക്ഷെ ആ കാൽക്കുലേഷൻ NTA സംബന്ധിച്ച് ഈസി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള പ്രോസസ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തിനാണ് പല ഡേറ്റ ഈ ഒരു എക്സാം അപ്ലിക്കേഷൻ ചോദിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഇപ്പോൾ ഡയബറ്റിക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഡയബറ്റിക് ആണോ എന്നുള്ളത് ഒരു NTA നെറ്റ് വിദ്യാർത്ഥിയോട് എന്തിനാണ് ചോദിക്കുന്നത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി എങ്കിലും അതോറിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതോറിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. എക്സാമുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രത്യേകിച്ച് കൺസിഡറേഷനും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫ്യൂച്ചറിൽ ഒരു വ്യക്തിയെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആണോ, അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ആവശ്യമുള്ള പല ഡേറ്റയും ചോദിക്കാതിരിക്കുകയും ആവശ്യമില്ലാത്തത് എന്ന് ഫീൽ ചെയ്യുന്ന ഡേറ്റ ചോദിക്കുകയും ചെയ്യുന്ന ഒരു ആസ്പെക്റ്റും അപ്ലിക്കേഷൻ ഫോമുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുള്ള ഒരു കൺസേൺ തന്നെയാണ്. സോ ഇതാണ് പ്രധാനപ്പെട്ട ഒരു കൺസേൺസ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ പലപ്പോഴും വരുന്നത്. അതായത് ചില സമയങ്ങളിൽ ആധാർ അപ്ലിക്കബിൾ ആവും, ചില സമയത്ത് ആധാർ അപ്ലിക്കബിൾ ആവില്ല, ഓക്കെ, അതുപോലെ തന്നെ ഏതൊക്കെ ID-കളാണ് ഇതിന് അപ്ലിക്കബിൾ ആവുക പോലെയുള്ള രീതികളിൽ. അപ്പം അപ്ലിക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഹൈ എക്സാമിനേഷൻ ഫീ, വെബ്സൈറ്റ് ഹാങ്, അതുപോലെ തന്നെ പോസ്റ്റ്പോണിംഗ് ഓഫ് ദി ഡേറ്റ്സ്, അതുപോലെ പ്രോപ്പർ ക്ലാരിറ്റി റിഗാർഡിംഗ് നോട്ടിഫിക്കേഷൻ, ഇതെല്ലാം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ അടുത്തൊരു എക്സാമിൻ്റെ അപ്ലിക്കേഷനോട് കൂടിയിട്ട് അതോറിറ്റീസ് റിസോൾവ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.